ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാ കൃഷ്ണാർപ്പണമസ്തു. ശ്രീരാധേ ശ്രീരാധേ ശ്രീരാധേ. ഇന്ന് ചന്ദനക്കാവ് ഒന്ന് കാണാൻ പോവാം. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കും തിരുനാവായയ്ക്കും ഇടയിലാണ് ഈ ചന്ദനക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 10 ഏക്കറോളം ആണ് ഈ ക്ഷേത്രം ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ 18ഓളം ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. നാരായണീയത്തിൻ്റെ രചയിതാവായ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ്റെ ഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുമായിട്ട് ഈ ക്ഷേത്രത്തിന് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഈ പ്രദേശത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലം. ഇവിടത്തെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് മേൽപ്പത്തൂർ തന്നെയാണ്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇവിടെ കാവ് എന്ന് പറയുമ്പോഴുള്ള ആ ഭംഗി ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാം. വൃക്ഷലതാദികൾക്ക് അങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന ഇവിടം പക്ഷികളും ജീവജാലങ്ങളുടെയൊക്കെ കളകൂജനങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ നമുക്ക് ഭഗവാനൊക്കെ എല്ലാ ദേവീദേവന്മാരെയും തൊഴുത് സന്തോഷമായിട്ട് വരാം. അതിപുരാതന ക്ഷേത്രമായ ചന്ദനക്കാവ് ഭഗവതി മേൽപ്പത്തൂർ ഇല്ലത്തെ മച്ചകത്തമ്മയാണ്. ചന്ദനക്കാവ് ഭഗവതി സാക്ഷാൽ ഭദ്രകാളി തന്നെയാണ്. ദേവിയുടെ കൂടെ ഒരേ പീഠത്തിൽ യവനീക്ഷൻ എന്ന ഒരു ശൈവശക്തി കുടികൊള്ളുന്നു. ദേവി സഹോദരൻ എന്നോ അഥവാ ദേവിദാസ എന്നൊക്കെ ആണ് വിശ്വാസം. പുറത്ത് 2 ചെറിയ ശ്രീകോവിലുകൾ, അവിടെ ഗർഭരക്ഷാംബികയായ ഈറ്റില്ലത്തമ്മ നാരായ ഭഗവതിയുമുണ്ട്. ഇവിടെ ഗണപതി ക്ഷേത്രത്തിലായിരുന്നു വളരെ പണ്ട് വേദാധ്യയനമൊക്കെ നടന്നിരുന്നത്. ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരേ ശ്രീകോവിലിൽ ഗണപതി, സരസ്വതി, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ 5 പ്രതിഷ്ഠകൾ കാണാം. ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രം വളരെ വിസ്താരമേറിയതാണ്. ഇവിടുത്തെ ശ്രീകോവിൽ പട്ട ശ്രീകോവിലിൽ ചതുർബാഹുവായ ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയാണ് വൈകുണ്ഠനാഥൻ കുടികൊള്ളുന്നത്. ഈ ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ കാണുന്ന ചിത്രങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് ഗണപതിയുടെയും ഗരുഡാരൂഢനായ ഉണ്ണിക്കണ്ണൻ്റെയും ചിത്രങ്ങൾ സാക്ഷാൽ മേൽപ്പത്തൂർ ഭട്ടതിരി വരച്ചതാണെന്നാണ് വിശ്വാസം. നിത്യപൂജയും നിവേദ്യവുമുള്ള ഈ ദിവ്യചിത്രങ്ങൾ പ്രതിഷ്ഠകൾ തന്നെ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അയ്യപ്പ പ്രതിഷ്ഠയും ശ്രീമൂല പ്രതിഷ്ഠ എന്നറിയപ്പെടുന്ന വള്ളിക്കാവിലമ്മയും മുരുകൻ എന്നുവേണ്ട എല്ലാ ദേവീദേവന്മാരും ഇവിടെയുണ്ട്. സുഖപ്രസവത്തിനും സൽസന്താനലബ്ധിക്കായിട്ട് ഈറ്റില്ലത്തമ്മ ഗർഭരക്ഷാംബികയായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടെ കറുത്ത പട്ട് ചാർത്തൽ പ്രധാന വഴിപാടായിട്ട് നടത്തുന്നു. പിന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് പൂജകളുണ്ട്. സുഖപ്രസവത്തിനായിട്ട് ഈറ്റില്ലത്തമ്മയെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇവിടുത്തെ പ്രധാന ദിവസം മീനമാസത്തിലെ ഉത്രത്തിന് കളപ്പാട്ട് തുടങ്ങുന്നതാണ്. ദേവിയുടെ ജന്മദിനവും പ്രതിഷ്ഠാദിനവും കൂടിയാണ് അന്ന്. നമ്മൾ ഇവിടെ വരുമ്പോൾ ആദ്യം കാണുന്നത് ചന്ദനക്കാവ് ഭഗവതിയെയാണ്. ഈ ചന്ദനക്കാവിലേക്ക് ഒരു ചന്ദനത്തൈ നൽകുന്നത് അതീവ പുണ്യദായകമായിട്ടാണ് പറയുന്നത്. ജന്മനക്ഷത്ര നാളുകളിൽ ഇവിടേക്ക് ചന്ദനത്തൈ സമർപ്പിക്കാം. അല്ലെങ്കിൽ നല്ല വിശേഷ അവസരങ്ങളിൽ നമുക്ക് മനസ്സിൻ്റെ നന്മയ്ക്കായിട്ട് എല്ലാം ഇവിടേക്ക് ചന്ദനത്തൈ സമർപ്പിക്കാവുന്നതാണ്. എല്ലാ ഭക്തരും ഇവിടെ വന്നിട്ട് ഈ ചന്ദനക്കാവ് ഭഗവതിയെയും മറ്റു ദേവീദേവന്മാരെയും എല്ലാം പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട്
മടങ്ങാവുന്നതാണ്. ഹരേ കൃഷ്ണ.